പ്രാദേശിക ലേഖനായ ബൈജു ടെലിഫോൺ ലൈനിലുണ്ട്. ബൈജു, എന്താണ് സംഭവിച്ചത്? എത്ര പേർക്ക് കൃത്യമായി പരിക്കുണ്ട് എന്നതിനെ കുറിച്ചൊക്കെ അറിയാമോ? നിലവിൽ 2 പേരാണ് മരിച്ചത്. മരിച്ച ആളെ പേര് ലീല, ഒരു അമ്മുക്കുട്ടി. ഇവര് 65 വയസ്സിന് മേലുള്ള ആൾക്കാരാണ് മരിച്ചത്. ബാക്കി ഏതാണ്ട് 20 ആൾക്കാർക്ക് പരിക്കുണ്ട്. പിന്നെ ബാക്കിയുള്ള ആൾക്കാരൊക്കെ കൊയിലാണ്ടിക്ക് കൊണ്ടുവന്ന് ഇരിക്കുന്നേ. ഗുരുതര പരിക്കേറ്റ 12 ആൾക്കാർ ഇപ്പോൾ ഓൾറെഡി പിന്നെ കോഴിക്കോട് MCHലേക്ക് കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട്. ഇപ്പോഴും തിക്കലും തിരക്കിലും ആണോ പരിക്ക് പറ്റിയത്? അത് ആന ആരെങ്കിലും ആക്രമിക്കുകയൂടി ചെയ്തോ? ഇതന്നെയാണ് ഒരു സ്ത്രീന്റെ മരിച്ചൊരു സ്ത്രീയുടെ ബോഡി കണ്ടപ്പോൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആന ചവിട്ടിയിട്ടുണ്ടല്ലോ. കൈയും കാലത്ത് ഓടിഞ്ഞ കേസുകളുണ്ട്. പിന്നെ തിക്കലും തിരക്കലും സംഭവിച്ചിട്ടുണ്ട്. ആന ഇടഞ്ഞതെന്ന് വെച്ചാൽ മറ്റേ ഇതല്ല കാര്യം. പിന്നെ അവിടെ ഒരു ബിൽഡിംഗ് ഇടിഞ്ഞ് വീണു. ഈ ഒരു ആനയുടെ മേത്താണ് വീണത് എന്ന് അറിഞ്ഞപ്പോ മറ്റേ ആനയെ ഈ ആന ഓടിയതാണ്. അങ്ങനെയാണ് ഇത്ര ആൾക്കാർക്ക് കെട്ടിടം തന്നെ തകർന്നു വീണാണോ? ആന തകർത്തല്ല, ആന തട്ടിയിൽ തകർന്നു വീണെന്നാണ് ഇപ്പൊ നിലവിൽ കിട്ടുന്ന വിവരം. അതൊരു പഴയ കെട്ടിടമാണെന്ന് കേൾക്കുന്നത്. ഞങ്ങൾ സംഭവ സ്ഥലത്തേക്ക് പോയി കൊണ്ടിരിക്കുകയാണ്. ഓ, ആനയുടെ മേത്തേക്ക് വീണപ്പോൾ ആന അല്ലേ അതിൽ? അതെ അതെ, അതാ സംഭവിച്ചത്. ഓഹോ. കൊയിലാണ്ടി സമീപ പ്രദേശത്തിലെ എല്ലാ ആംബുലൻസും വിളിച്ചു വരുത്തിയിട്ടുണ്ട്. ഈ ഗുരുതരമായി പരിക്കേറ്റവർ എന്ന് പറയുമ്പോ എങ്ങനെയാണ് അവരുടെ ആരോഗ്യനിലയെ കുറിച്ച് എന്തെങ്കിലും അറിയാൻ കഴിയുന്നുണ്ടോ? എല്ലാവർക്കും കൈയും കാലിനൊക്കെ പൊട്ടാ കൂടുതൽ കാണുന്നത്. അതെല്ലേ? പൊട്ടും പിന്നെ അങ്ങനെയായിട്ടാ ഉള്ളത്. കൊയിലാണ്ടി താലൂക്ക് ഹോസ്പിറ്റലിൽ മെഡിക്കൽ കോളേജിലേക്ക് അപ്പം കൊണ്ടുപോയത്. ഏതാണ്ട് ഒരു 8 ആംബുലൻസ് ഇവിടെ പോയി കഴിഞ്ഞു. ഇനിയിപ്പം ഒരു 3 ആംബുലൻസ് ലൈവ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ശരി, വളരെ നന്ദി ബൈജു, അറിയാവുന്ന വിവരങ്ങൾ പങ്കുവച്ചതിന്. ഇപ്പോൾ അദ്ദേഹം പറയുന്ന അനുസരിച്ച് കെട്ടിടം തകർന്നതാണ്. അത് ഒരു ആനയുടെ മേലേക്കാണ് വീണത് എന്നാണ്. അപ്പോൾ ആന പെട്ടെന്ന് ആനയും പരിഭ്രാന്തിയിലായി. ആന തൊട്ടടുത്ത് നിന്ന് ആനയെ തട്ടുന്നു. പിന്നെ 2 ആനകൾ കൂടി വല്ലാതെ ആളുകളെ പേടിപ്പെടുത്തുന്ന രീതിയിൽ അങ്ങോട്ടേക്ക് ഓടിക്കയറുന്നു. അതിനിടയിലാണ് ഈ മരണം സംഭവിച്ചത്. 2 പേർക്കും ആനയുടെ ചവിട്ടേറ്റിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ അദ്ദേഹവും പറയുന്നത്. വീട്ടിൽ ആശുപത്രിയിൽ എത്തിയ ശേഷമാണ് മരണം സ്ഥിരീകരിച്ചത്. 65 വയസ്സിന് മുകളിലുള്ള അമ്മു, ലീലക്കുട്ടി എന്നീ 2 പേർക്കാണ് ഈ അപകടത്തിൽ ദാരുണമായ അന്ത്യം സംഭവിച്ചിരിക്കുന്നത്. 20ഓളം പേർക്ക് പരിക്കുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അതിൽ 10-12 പേരുടെ നില പരിക്കുകൾ കുറച്ച് ഗുരുതരമാണ്. അതുകൊണ്ട് അവരെയൊക്കെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഇപ്പോൾ അവിടെ നിന്നുള്ള വിവരങ്ങൾ നമുക്ക് കിട്ടുന്നത്. ഒരിടത്ത് ആനയെ തളച്ചതിന് ശേഷമുള്ള ദൃശ്യങ്ങൾ കൂടി കാണാം. മറ്റൊരു ഭാഗത്ത് ഈ സംഭവം നടക്കുന്നതിൻ്റെ, ആന വിരണ്ടോടുന്നതിൻ്റെ ദൃശ്യങ്ങളാണ്.